പ്രതിരോധിക്കുമെന്നല്ല, ഈ സംരംഭത്തെ പ്രതിരോധിക്കുമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇങ്ങനൊരു സ്ഥാപനം, ഹെഡ്ഗേവാറിന്റെ പേരിൽ ഇങ്ങനൊരു സ്ഥാപനം പാലക്കാട് ഉയരില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന തരത്തിലുള്ള പ്രതിരോധങ്ങളല്ല പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. നടത്തില്ല. കാരണം ഇത് ആരുടെ തീരുമാനമാണ്? ഇപ്പോൾ മുനിസിപ്പൽ കൗൺസിലർമാർ ഇവിടെ നിൽപ്പുണ്ട്. ഇത്തരത്തിലൊരു സ്ഥാപനത്തിന് പേര് കൊടുക്കുമ്പോൾ മുനിസിപ്പൽ കൗൺസിലിൽ ആ തീരുമാനം വെച്ചിട്ടുണ്ടോ? ഇവിടെ കൗൺസിലർമാർ നിൽക്കുകയാണല്ലോ, നിങ്ങൾ ചോദിച്ചു നോക്കൂ. അപ്പോൾ മുനിസിപ്പൽ കൗൺസിൽ വെക്കുക. കാരണം അതായത് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ ഗാന്ധിജിയുടെ പേര് ഒരു സംരംഭത്തിന് ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഇടും. നെഹ്റുവിന്റെ പേര് ഒരു സംരംഭത്തിന് ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഇടും. ഇനി പോട്ടെ, EMSന്റെ പേര് ഒരു സംരംഭത്തിന് നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ടാണ് ഇടുന്നത്. ഇതെന്തോ പരസ്യമായി പറയാൻ കൊള്ളാത്തതാണെന്ന് ഇവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്. ഇവർക്ക് തന്നെ അങ്ങനെ ആത്മവിശ്വാസമുണ്ട്, അങ്ങനെ പരസ്യമായി പറയാൻ പാടില്ലാത്തതാണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായി ഒളിച്ചു നടത്താൻ ശ്രമിക്കുന്നത്. അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും. ഇത് RSSകാരന്റെ ഏതെങ്കിലും തരത്തിലുള്ള പാരമ്പര്യ ഭൂമിയൊന്നുമല്ല. RSSകാരന്റെ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഭൂമിയിൽ അവർക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തോട്ടെ, അത് നമ്മുടെ തർക്ക വിഷയമല്ല. അതെന്ത് കൊടുത്തോട്ടെ, അതിപ്പോൾ RSS നേതാക്കന്മാരുടെ പേരോ അതല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഏതെങ്കിലും വളർത്തുമൃഗങ്ങളുടെ പേരോ എന്ത് വേണമെങ്കിലും കൊടുത്തോട്ടെ, നമുക്ക് പരാതിയില്ല. പക്ഷേ ഒരു പൊതുവിടത്തിന്, നമ്മൾ കരം എടുത്ത് മുനിസിപ്പാലിറ്റി വാങ്ങിയ ഒരു പൊതുവിടത്തിന് ഒരു കാരണവശാലും ഇങ്ങനൊരു പേര് അനുവദിക്കില്ല. ശക്തമായ പ്രതിഷേധം. ഇന്ന് രാവിലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു, കൗൺസിലർമാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു, മറ്റു പാർട്ടിക്കാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പ്രതിഷേധം തുടരാൻ പോവുകയാണ്. ഇപ്പോൾ 12 മണിക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള സമരപരിപാടികൾ, തുടർച്ചയായ സമരപരിപാടികൾ പറഞ്ഞല്ലോ. ഇത് പിന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുകയല്ല, ഇത് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ തരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതേപോലെ ഈ ഹെഡ്ഗേവാറിന്റെ ആശയമല്ലേ രാജ്യം ഭരിക്കുന്നത്, പ്രധാനമന്ത്രി ഉൾപ്പെടെ ആ ആശയമല്ലേ പിന്തുടരുന്നത്. ഇവിടെ രാജ്യം ഭരിക്കുന്ന അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ നിന്നുള്ള പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമല്ലേ. അപ്പൊ അതിനെങ്ങനെയാണ് നൽകാൻ കഴിയില്ല എന്ന് പറയാം? രാജ്യം ഭരിക്കുന്ന പ്രത്യയശാസ്ത്രം ഈ രാജ്യത്തെ ഹിന്ദുക്കളും അല്ലാതെയുള്ള ആളുകളൊന്നും, ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ, ഇവരൊക്കെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നതാണോ രാജ്യത്തിന്റെ പ്രത്യയശാസ്ത്രം? നിങ്ങൾ വെറുതെ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്ത പറയട്ടെ. അല്ല സഹോദര, അങ്ങേക്കൊരു കാര്യം, ശരി, ജനൻ ടിവിയുടെ റിപ്പോർട്ടർക്ക് ഞാനൊരു ചരിത്ര സംഭവം പറഞ്ഞുതരാം. അങ്ങ് ഈ ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടുണ്ടോ? ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ ഹിറ്റ്ലർ എന്ന് പറയുന്നയാൾ ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള അല്ല, ഇന്ദിരാഗാന്ധി ഹിറ്റ്ലർ എന്ന് പറയുന്ന വിവരമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും. അതിപ്പോ എനിക്കറിയില്ല, അതിപ്പോ അവരോട് ചോദിക്കേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഒരു വിഷയം പറയുകയാണല്ലോ. ഹിറ്റ്ലറെ പറ്റി അങ്ങേക്ക് ബോധ്യമുണ്ടല്ലോ. ഈ ഹിറ്റ്ലർ ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 33% വോട്ട് വാങ്ങി ജയിച്ചയാളാണ്. മനസ്സിലായില്ലേ? എന്ന് കരുതി ഹിറ്റ്ലർ ശരിയാണെന്ന് അങ്ങ് പറയൂ? അങ്ങെങ്കിലും പറയൂ? അങ്ങ് പോലും പറയില്ലല്ലോ. ജനറൽ ടിവിയുടെ റിപ്പോർട്ടറായ അങ്ങ് പോലും ഹിറ്റ്ലർ ശരിയാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതെല്ലാം ശരിയാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ആ ഹിറ്റ്ലറിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചരിത്രമൊക്കെ അങ്ങ് പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ, അങ്ങേക്ക് നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് രാജ്യം ഭരിച്ച ആളുകളാണ് ഹിറ്റ്ലർ, രാജ്യം ഭരിച്ച ആളുകളാണ് മുസോളിനി, രാജ്യം ഭരിച്ച ആളുകളാണ് ജനറൽ ഫ്രാങ്കോ. ഇവരൊക്കെ ശരിയാണെന്നാണോ ഇതിന്റെ അർത്ഥം? രാജ്യം ഭരിച്ചത് കൊണ്ട് ശരിയാണെന്ന് അർത്ഥമൊന്നുമില്ല. പിന്നെ അങ്ങ് പറഞ്ഞ പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം ഏതാണ്? ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ രാജ്യത്തെ ചൂഷണം ചെയ്തപ്പോ, ഈ രാജ്യത്തെ മുച്ചൂട് മുടിച്ചപ്പോ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ വെറുതെ യുദ്ധം ചെയ്ത് സമയം കളയണ്ട, അത് ആ സമയം കൂടെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നിങ്ങളുടെ ആരോഗ്യം ചെലവഴിക്കൂ, ഊർജ്ജം ചെലവഴിക്കൂ എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെതിരായിട്ട് പ്രതിരോധവും പ്രതിഷേധവും തുടരുക തന്നെ ചെയ്യും. ഹെഡ്ഗേവാർ വന നിയമം ലംഘിച്ചതിൽ ഈ ബ്രിട്ടീഷുകാരെ തടങ്കലാക്കിയതിന്റെ രേഖകളുണ്ട്. മഹാരാഷ്ട്രയിൽ നിങ്ങൾ ചെക്ക് കഴിഞ്ഞാൽ അത് കിട്ടും. എന്റെ പൊന്നു സഹോദര, സ്വാതന്ത്ര്യ സമര സേനാനികൾ 2 രീതിയിലുണ്ട്. സ്വാതന്ത്ര്യ സമര സേന ബ്രിട്ടീഷുകാരുടെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെല്ലാം നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയാൻ പറ്റൂ? അപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേങ്ങ മോഷണത്തിൽ ഒന്ന് പറയട്ടെ സഹോദരൻ, ഞാനൊന്ന് പറയാം. ചോദ്യം പ്ലേസ് ചെയ്തല്ലോ, ഇനി ഉത്തരം പ്ലേസ് ചെയ്യാനുള്ള സമയം എനിക്ക് തരൂ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേങ്ങ മോഷണത്തിന് ജയിലിൽ പോയിരുത്തൻ അവനെ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനി എന്നാണോ പറയുന്നത്? അല്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും അതിനുശേഷം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നത്. അതല്ലാതെയുള്ള ആളുകൾക്കൊന്നും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടം കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദര. ഈ രാജ്യത്ത് കൊച്ചുകുട്ടികളോട് നിങ്ങൾ ചോദിക്കുക, രാജ്യത്തെ 10 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറഞ്ഞാൽ അവർ ഗാന്ധിജിയുടെ പേര് പറയും, നെഹ്റുവിന്റെ പേര് പറയും, അവർ ഭഗത് സിംഗിന്റെ പേര് പറയും, ചന്ദ്രശേഖർ ആസാദിന്റെ പേര് പറയും, വ്യത്യസ്ത രാഷ്ട്രീയധാരയുള്ള ഒരുപാട് ആളുകളുടെ പേര് പറയും. നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒറ്റയൊരുത്തം പോലും, ഒരു കൊച്ചുകുട്ടി പോലും സവർക്കറിന്റെയോ ഹെഡ്ഗേവാറിന്റെയോ ഗോൾവർക്കറിന്റെയോ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന ശ്രമങ്ങളൊന്നും ഈ രാജ്യത്ത് വിജയിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എന്തിനാണ് ഈ മറ്റേ ഈ സരോജ് കുമാർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമായിരുന്നല്ലോ ഒരു സിനിമയ്ക്കകത്ത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ കുറച്ച് പേര് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാന്ന് പറഞ്ഞിട്ട് എത്രയൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ എന്ന് എനിക്ക് ആ വിഷയത്തിനകത്ത് പറയാം. തീർച്ചയായും പേര് മാറ്റുന്നതല്ലോ. അങ്ങനെ ആ പേരിൽ ഇവിടെ ഒരു സ്ഥാപനം ഇരില്ല. ഉയരമായിരിക്കും RSSന്റെ ഏതെങ്കിലും കാര്യാലയത്തിന് ആ പേര് കൊടുക്കായിരിക്കും, നമുക്കൊന്നും പറയാനില്ല. അതല്ല,
അങ്ങനെ ഒരു പേരുള്ള ഒരു സ്ഥാപനം ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും നിയമപരമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. കാരണം ഇതിനകത്ത് ബേസിക് വയലേഷൻസ് നടന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു പേര് കൊടുക്കുമ്പോൾ മുനിസിപ്പൽ കൗൺസിൽ വെക്കണമെന്ന് പറയുന്നത് അടക്കമുള്ള ബേസിക് വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു CSR ഫണ്ടിലാണ് വരുന്നത്. ആ സ്ഥാപനത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, ഈ രാജ്യത്തെ വിഭജിച്ച ഹെഡ്ഗേവാറിന്റെ പേരിലാണോ നിങ്ങൾ ഈ സ്ഥാപനത്തിന് പണം കൊടുക്കുന്നതെന്ന് ഞങ്ങൾ ആ ഓഷ്യാനസ് എന്ന് പറയുന്ന കമ്പനിയോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങൾ കത്തുകൾ എഴുതും. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിക്ക് യൂത്ത് കോൺഗ്രസും പരാതി കൊടുക്കുന്നുണ്ട്. പാർലമെന്ററി പാർട്ടി അതുപോലെ തന്നെ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രതിരോധത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. നഗരസഭയിലേക്ക് മാർച്ചു.